കൊല്ലത്ത് നിർമ്മാണത്തിലിരിക്കെ പാലം തകർന്നു വീണു. ദേശീയപാത 66-ൽ പാലത്തറയ്ക്കും അയത്തിനുമിടയ്ക്കുള്ള ചുരാങ്കിൽ തോട്ടിനു കുറുകെയുള്ള പാലമാണ് നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. പാലത്തിന്റെ കോൺക്രീറ്റിന്റെ മധ്യഭാഗം തകർന്നു വീഴുകയായിരുന്നു. പാലം തകരുമ്പോൾ 4 തൊഴിലാളികൾ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ തോട്ടിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഒരാൾക്ക് നിസാര പരുക്ക് പറ്റി. 5ാം തവണയാണ് ഈ ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീഴുന്നത്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകനെ കമ്പനിയുടെ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ തടയാൻ ശ്രമിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നാട്ടുകാരും മറ്റു മാധ്യമ പ്രവർത്തകരും ഇടപെട്ടതോടെയാണ് ഇവർ ഇതിൽ നിന്ന് പിന്മാറിയത്. കമ്പനി നിർമ്മിക്കുന്ന പാലങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രമേ പാലം തുറന്നു കൊടുക്കാവൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് 25 മീറ്റർ വീതിയിൽ ഉള്ള ചൂരാങ്കി ആറാണ്. ഒരുപാട് കൈവരികൾ ചേർന്ന് ഒഴുകി വരുന്ന ഈ പുഴ ഏതാണ്ട് 4 തവണയായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്ത് ഇത് ഇടിപ്പിക്കുകയുണ്ടായി. ഇടിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പാലം കോൺക്രീറ്റ് ചെയ്തത്. അതിന്റെ സെൻട്രൽ വശം വെച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഇത്തരം അശാസ്ത്രീയമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് പരിശോധിക്കണം. അത് മാത്രമല്ല, ഇവർ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ വളരെ കൃത്യമായി ഇത് അന്വേഷിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചതിന് ശേഷം വേണം ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ. വളരെ വളരെ വലിയ വീതിയിൽ നല്ല ആഴത്തിൽ കുത്തൊഴുക്കുള്ള ഈ ചൂരാങ്ങി ആറിനെ അവരടച്ചു വെച്ചത് വഴി കഴിഞ്ഞ മഴ സീസണിൽ ഒരു 100ഓളം വീടുകളിൽ വെള്ളം പൊങ്ങി. ഇവിടെ ഞങ്ങൾ സമരം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുറന്നു വിട്ടത്. ഇപ്പൊ സ്ഥിരമായി ഇതിപ്പോ ഈ ഇടിഞ്ഞു വീഴുന്നതും കൂടെ കൂട്ടി 5ാം തവണയാണ് ഇത് ഇടിപ്പിക്കുകയും ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്തത്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അമ്മുമ്പക്കാവ്. അതിന് അവര് ഇവിടുന്ന് ആ അമ്പലം പൊളിച്ചു മാറ്റിയിട്ട് ശേഷമാണ് ഇവിടെ ഈ പാലത്തിന്റെ പണി തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം ഈ അമ്പലം പൊളിച്ചു മാറ്റിയതിനു ശേഷം ഈ പ്രവർത്തനം ഇവിടെ പലതരത്തിൽ മുടങ്ങി കിടക്കുകയാണ്. പാലം തകർന്നെങ്കിലും വൻ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. നിർമ്മാണം പൂർത്തിയായാലും ഈ പാലത്തിലൂടെ വിശ്വാസത്തോടെ സഞ്ചരിക്കാനാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്.